കേരള പോലീസിൻ്റെ മാനം വല്ലാതെ കപ്പൽ കയറിയ ദിവസമായിരുന്നു ഇന്നലെ. കാരണം ദേശീയ മാധ്യമങ്ങളാകെ കേരള പോലീസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കാണിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തല്ല ക്ഷേത്രത്തിന് സമീപത്തിട്ട പൂക്കളം മാറ്റണമെന്ന് ഒരു പോലീസുകാരൻ വല്ലാത്ത വാശിയോടെ പറയുന്നു. ക്ഷേത്രം ഭരണസമിതിയിലെ CPM-കാരെ വിളിച്ചിട്ടാണ് പോലീസ് വന്നത്. ആ പോലീസുകാരൻ ചോദിക്കുന്നത്, ഈ സമയത്ത് ഇത് തന്നെ ഇവിടെ കൊണ്ടിടണോ? ഏത് ഓപ്പറേഷൻ സിന്ദൂർ ഇടാൻ എന്ന് പറയാൻ പ്രത്യേക സമയമുണ്ടെന്നാണ് ആ വിവരദോഷിയായ പോലീസുകാരൻ പറയുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ സൈനിക ഓപ്പറേഷൻ ശാസ്താംകോട്ടയിലെ ഒരു പോലീസുകാരന് അവിടുത്തെ CPM-കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുണ്ടായാൽ വർഗീയ കലാപമുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞത് വലിയ വാർത്തയായി. അതിൻ്റെ വീഡിയോ വൈറലായി. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു. പിണറായി വിജയനെ സംബന്ധിച്ച് വല്ലാത്ത അപമാനമുണ്ടാക്കുന്ന ഒരു നടപടിയാണ്. കാരണം പിണറായി വിജയൻ ഒരിക്കലും പറയില്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിനെ പ്രശംസിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലീസ് അവധാനതയില്ലാതെ പ്രവർത്തിച്ച് കേരള പോലീസിനും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും കേരള മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞു ചെയ്ത കാര്യം ആവണമെന്നില്ല. അവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയിലെ ഒരു മരയൂളയായ CPM-കാരൻ അവന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടപ്പോൾ അവൻ്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊട്ടി. അവൻ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവൻ്റെ ദാസ്യവൃത്തി ചെയ്യുന്ന ഏതോ ഒരു അഡീഷണൽ SI ആണെന്ന് തോന്നുന്നു, ഗ്രേഡ് SI മറ്റോ ആണ് കൂടെ നിൽക്കുന്നത്. ഒരു കുറവയറൻ വന്ന് നിൽപ്പുണ്ട്, ഒരു മാവേലിയെ പോലെ ഒരുത്തൻ. പക്ഷെ അയാൾ മിണ്ടുന്നില്ല കേട്ടോ. ഒരു ചെറുപ്പക്കാരനായ ഒരു പോലീസ് കോൺസ്റ്റബിളിന് അവനെയൊക്കെ ഇപ്പോൾ നമ്മൾ ബഹുമാനം കൊടുത്തിട്ടാണ്, ഇപ്പം ബഹുമാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കാൻ അർഹതയില്ലാത്ത തരത്തിൽ ഇപ്പോഴാണോ ഇത് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുന്ന ഇവൻ്റെ രാജ്യസ്നേഹം സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, കേരള പോലീസിലെ DGP ആയിരുന്ന TP സെൻകുമാറാണ്. TP സെൻകുമാർ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ഏതവൻ പറഞ്ഞാലും ഇവൻ്റെ പടം വെച്ചിട്ടാണ് അവിടെ വന്ന് ആക്രോശിച്ച് ഇതിവിടെയാണോ ഇപ്പോഴാണോ എഴുതി വെക്കേണ്ടത് എന്ന് ചോദിച്ച വിവരദോഷിയായ കേരള പോലീസിന് അപമാനകരമായ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട ഈ ചെറുപ്പക്കാരനായ ഓഫീസറുടെ പടവും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പോസ്റ്റ് വിട്ടിട്ട് മുൻ DGP TP സെൻകുമാർ എഴുതിയ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഏതവൻ പറഞ്ഞാലും ഇവനെ ഉദ്ദേശിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്, രാഷ്ട്രവിരോധികളെയാണ്. പ്രകടമാണ് ഇവൻ രാഷ്ട്രവിരോധിയാണ്. ഇവനെ കുത്തി ഇളക്കി അങ്ങോട്ട് വിട്ട ആ ക്ഷേത്ര ഭരണസമിതിയിലെ മരയൂളയായ ആഭാസനായ രാജ്യവിരുദ്ധനായ CPM-കാരനും രാഷ്ട്രവിരോധിയാണ്. അപ്പോൾ ഇന്ന് കേരള പോലീസിനും വല്ലാതെ പൊള്ളിയിട്ട് 14 മണിക്കൂർ മുമ്പ് കേരള പോലീസ് മീഡിയ സെല്ലിട്ട ഒരു പോസ്റ്റും ഞാൻ കണ്ടു. അതുകൂടെ വായിക്കാം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി കേരള പോലീസ്. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണപ്പൂക്കളം ഇട്ടതിന് പോലീസ് കേസെടുത്തു എന്നാണ് വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി. കോടതി വിധിക്കെതിരായി ക്ഷേത്ര പരിസരത്ത് കൊടി തോരണങ്ങളും ഫ്ലക്സും പ്രദർശിപ്പിച്ചതിനാണ് FIR എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി ഇതേക്കുറിച്ച് മിണ്ടിയാൽ അങ്ങ് ചെത്തിക്കളയും എന്ന് പറയുകയാണ്. അപ്പോൾ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ഇന്നലെ ചർച്ച ചെയ്തു, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. ഇവരെയൊക്കെ കേരള പോലീസിലെ ഈ സാറന്മാരങ്ങ് മൂക്കിലോട്ട് വലിച്ചു കയറ്റുമോ എനിക്കറിയില്ല. കാരണം കേരള പോലീസിൻ്റെ അനുവദനീയമായ സാങ്ഷൻ ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് 62,618. 2024 ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു കണക്കനുസരിച്ച് കേരള പോലീസിൽ 57,819 പോലീസുകാരുണ്ട്. ഇവരെ 4.5 കോടി വരുന്ന ജനം ബഹുമാനിക്കുന്നതും ഭയപ്പെടുന്നതും ഇവർ തല്ലും കൊല്ലും എന്ന് കരുതിയിട്ടല്ല. ഭരണഘടന ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു പദവി, അവകാശങ്ങൾ, അധികാരങ്ങൾ കരുതിയിട്ടാണ്. ഭരണഘടനയെ മാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോലീസിനെ ബഹുമാനിക്കുന്നത്, പട്ടാളത്തെ ബഹുമാനിക്കുന്നത്, രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നത് ഒക്കെ അല്ലേ. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി പോലീസ് പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യനും പോലീസിനെ ബഹുമാനിക്കത്തില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഈ പോലീസുകാർ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇവിടെയാണോ ഇടേണ്ടത് ചോദിക്കുന്നു. അപ്പോഴേക്ക് പിന്നെ ഒരുത്തം പറയുന്നത് അവിടെ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയെടുത്തത് ഒരു കാവിക്കൊടി, ഭഗവത് ധ്വജത്തിൻ്റെ രൂപം ഈ ഓപ്പറേഷൻ സിന്ദൂർ കാവ്യ നിറത്തിലുള്ള കൊടി, മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഒരു കൊടി പറക്കുന്നുണ്ടാക്കിയിട്ടുണ്ട്, മഞ്ഞപ്പൂക്കൾ. അപ്പോൾ ഉടനെ കാവിക്കൊടിയായിട്ട് വ്യാഖ്യാനിച്ചു.
കാവിക്കൊടി ഇതിനകത്തില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ഇത് ഈ അമ്പലം ഏതാ? പാർത്ഥസാരഥി. പാർത്ഥസാരഥി ആരാ? കൃഷ്ണൻ, പാർത്ഥൻ്റെ തേരോടിക്കുന്ന കൃഷ്ണൻ. ആ കൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ടിരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ, രഥം ഓടിക്കുന്ന കൃഷ്ണന്റെ മുകളിൽ ഒരു കൊടി പറക്കുന്നുണ്ട്. അത് കാവിക്കൊടിയാണ്, പാർത്ഥസാരഥിയുടെ കൊടിയാണ്. ഈ പോലീസുകാരൻ ഊളയ്ക്ക് തോന്നിയത് അവിടുത്തെ CPM-ലെ ആഭാസനായ മരയുളയായ വൃത്തികെട്ടവനായ ഭരണഘടനാ അംഗീകരിക്കാത്ത രാജ്യദ്രോഹിയായ CPM നേതാവിന് തോന്നിയത് RSSന്റെ കൊടിയതാണ്. അപ്പോൾ ഭഗവാന്റെ രഥത്തിന്റെ മുകളിലിരിക്കുന്ന കൊടി RSSന്റെ കൊടിയാണോ? അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞതെന്നറിയോ, ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് ഛത്രപതി ശിവാജിയുടെ ഫ്ലക്സ് വെച്ചു. ഛത്രപതി ശിവാജി രാജ്യവിരുദ്ധനാണോ? രാജ്യത്തിന്റെ അഭിമാന പ്രതീകമാണ്. ഇത് മാത്രമല്ല, ആ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ അവിടുന്ന് 50 മീറ്റർ മാറി ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ്. അത് കണ്ടപ്പോൾ ഇവർ കുരുപൊട്ടി. അത് വെച്ചിട്ടാണ് ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് വെച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് തൊടിതോരകളും കെട്ടി. അമ്പലത്തിൽ കാവിക്കുടിയല്ലാതെ പിന്നെ ഏത് കൊടിയാണ് കെട്ടുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ആഘോഷത്തിന് കാവിക്കുടി കെട്ടുമ്പോൾ നാളെ നബിദിനം വരുമ്പോൾ, മൊഹറം വരുമ്പോൾ പച്ചക്കൊടി കെട്ടിയാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് ഈ സാറന്മാർ തടയോ? അതെ, ഇത് ഈ പൂക്കളം ഇടരുത് എന്നുള്ള നിർബന്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വാർത്തകൾ വായിച്ചാൽ അവിടെ ശാസ്താംകോട്ട SHO വന്നിട്ടാണ് ഓരോരുത്തരും എവിടെയൊക്കെ പൂക്കളം ഇടണം എന്നുള്ള സ്ഥലം അലോട്ട് ചെയ്തത്. അവിടെയാണ് ഈ ചെറുപ്പക്കാർ ഈ പൂക്കളം ഇട്ടത്. ഇവര് പൂക്കളം ഇടരുത് എന്നുള്ള നിർബന്ധം, ഇവര് അത്യാവശ്യം സനാതനധർമ്മമൊക്കെ അവർ RSSകാരാണ്. അപ്പൊ അതുകൊണ്ട് അവര് പൂക്കളം ഇടരുതെന്ന് ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർ നേരത്തെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ നേരത്തെ തന്നെ പോലീസുകാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി വിധിയുണ്ട്, പോലീസിന്റെ വിലക്കുണ്ട്. അതുകൊണ്ട് ഭരണസമിതിക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ പൂക്കളം ഇടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പേരോ കൊടിയോ പാടില്ല എന്ന് നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട്. ഭരണസമിതി എന്ന് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും കൂടിയിട്ടുള്ള ഭരണസമിതി എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് CPM-ന്റെ ഏരിയ സെക്രട്ടറി ആ കമ്മിറ്റിയിലുണ്ട്. അയാളാണ് ഈ പോലീസിനെ വിളിച്ചത്. ആ പോലീസിന്റെ അകത്ത് CPM-ന്റെ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ഫ്രാക്ഷനിലെ ഒരു അംഗമായിട്ടുള്ള ഒരു സഖാവായിരിക്കുമല്ലോ ഈ പോലീസുകാർ. ശരീരഭാഷ കാണണം. അപ്പൊ അതുകൊണ്ട് ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു പോലീസുകാരനാണ് അയാൾ. കാരണം അങ്ങനെയാണ് അത്. 1957 മുതൽ പാർട്ടി അങ്ങനെയാണല്ലോ. 57 സെൽ ഭരണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. സെല്ലിന്റെ സെക്രട്ടറി പറയുന്നത് പോലീസുകാരെ അനുസരിക്കുള്ളൂ. അങ്ങനെയാണ് വഷളായിപ്പോയത്. ആ രീതിയാണ് ഈ പാർട്ടി സെക്രട്ടറിമാരാണ് ഈ ഇതൊക്കെ ഭരിക്കുന്നത്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പോലീസിലെ പല ആളുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് 5-6 പേരുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും പോലീസ് അസോസിയേഷൻ്റെ അകത്ത്. അവർ മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർമാരുമായിരിക്കും. അവൻ്റെ അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇവൻ്റെ കാക്കി യൂണിഫോം അഴിച്ചിട്ട് ഈ പാർട്ടിക്കാരുടെ ഇഡലി സേന ഉണ്ടല്ലോ, ചുവന്ന ഉടുപ്പിട്ട്, അതിൻ്റെ പരേഡിനാണ് പോകുന്നത്, പോലീസിൻ്റെ പണിക്കല്ല പോകുന്നത്. അവരൊക്കെ ഈ പണിയാണ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു സഖാവ് പോലീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ നേരത്തെ പ്രശ്നം ഉണ്ടാക്കി തന്നെ പറഞ്ഞിരുന്നു, കൊടിയോ മറ്റേതോ പാടില്ല. പിന്നെ ഈ ശിവജിയുടെ ഫ്ലക്സ് വെച്ചത് ഇവർക്ക് തീരെ പിടിച്ചിട്ടില്ല. ശിവജിയുടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്, നമ്മുടേതായ ഈ കൊടി എന്ന് പറയുന്നത് അത് ത്യാഗത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടുണ്ടായ കൊടിയാണ്. അല്ലെ, പോലീസിൻ്റെ ഈ വിശദീകരണം മുഴുവൻ തെറ്റാണ്. കാരണം അവിടെ എന്താണ് നടന്നതെന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ലൈവായി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പൂവെണ്ണുണ്ടാക്കിയ ഭഗവാൻ പാർത്ഥസാരഥിയുടെ കൊടിയാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ദാ ഇവിടെ ഒരു പാർട്ടിയുടെ കൊടിയുണ്ട്, ആ കൊടിയൊന്ന് അഴിപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. മിണ്ടുന്നില്ലവൻ. പാർത്ഥസാരഥിയുടെ കൊടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീതയിൽ ഈ ഭാഗം ഉണ്ടല്ലോ, പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ അർജുനനെ അർജുനന് വേണ്ടി ഭഗവാൻ ചെയ്ത് കളിക്കുന്നു. അതാണ് പാർത്ഥസാരഥി എന്ന് പറയുന്നത്. ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഈ ചിത്രങ്ങൾ ഭഗവത്ഗീത സാധാരണ ഇറക്കുന്ന പുസ്തകങ്ങളുടെ ഒക്കെ കവറിൽ ഈ ചിത്രമാണ് നമ്മൾ കാണുക. ആ അർജുനൻ രഥത്തിലിരിക്കുന്നു, ശ്രീകൃഷ്ണൻ രഥം തെളിക്കുന്നു, മുകളിൽ കാവിക്കുടി പറക്കുന്നു. ഭഗവത്ഗീത മുഴുവൻ ഇപ്പൊ കണ്ടു വരും. അങ്ങനെയാണ് ഈ പിണറായി വിജയൻ ഒരു ഉത്തരവിറക്കുക. അല്ല, ഞാനത് പിണറായിയുടെ പേരിൽ പഴിക്കില്ല. കാരണം പിണറായിയോ സംസ്ഥാന ആഭ്യന്തര വകുപ്പോ അറിഞ്ഞിട്ട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവിടുത്തെ വിവരദോഷിയായ, എനിക്ക് മരയുള എന്ന് പറഞ്ഞ് മടുത്തു. അവനുണ്ടല്ലോ, അവൻ ആ വൃത്തികെട്ട പരമച്ചെറ്റയായ രാജ്യവിരുദ്ധനായ CPM നേതാവ്, അവൻ വിളിച്ചപ്പോൾ അവൻ്റെ പൃഷ്ഠം താങ്ങുന്ന ഈ എരപ്പാളി പോലീസുകാർ
പോലീസുകാരൻ, ഞാൻ ആ ഗ്രേഡ് എസ് ഐയെ പറയത്തില്ല, അയാൾ വളരെ മാന്യമായി അയാൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലായി. അയാളൊരു പ്രായം തികഞ്ഞ പക്വത, 10-55 വയസ്സ്, റിട്ടയർമെൻറ്റിന് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രേഡ് എസ് ഐ ആണെന്ന് തോന്നുന്നു ആ ഓഫീസർ. അയാൾ വളരെ മാന്യമായി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവൻ ഒറ്റയോരുത്തരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അദ്ദേഹം ഫ്രാക്ഷനിലെ അംഗമാണ്, എനിക്കൊരു സംശയമില്ല. കാരണം അവരിങ്ങനെ പെരുമാറുള്ളൂ, വിവരമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇയാൾ മാർക്സിസ്റ്റ് ഫ്രാക്ഷനിലുള്ള ആളാണെന്ന്. കാരണം ഇത് എന്താണ് ഏതാണ്. ഞാൻ മുമ്പ് ഇവിടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് മഹാരാജാസ് കോളേജിൽ ഒരു പോലീസുകാരൻ വന്നത്. കാരണം ബെർട്ടോൾഡ് ബ്രെത്ത്, ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ വൈകുന്നേരത്തിനകം അത് കത്തിയിരിക്കണം എന്ന് ബെർട്ടോൾഡ് ബ്രെത്ത് ജർമ്മൻ നാടകത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് ബ്രെത്ത്. അപ്പോൾ അവിടെ SFI ഇറക്കിയൊരു നോട്ടീസിൽ ഈ വാചകം ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ അവിടെ വന്നു, എവിടെയാ ബെർട്ടോൾഡ് ബ്രെത്ത്, ഏത് ക്ലാസ്സിലാണ്, അറസ്റ്റ് ചെയ്യാൻ വന്നാണ് എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട്, പിന്നീട് കേരളവർമ്മ കോളേജിലൊക്കെ പ്രൊഫസറായിരുന്നു, ശിവശങ്കരനെ പിടിച്ചു കൊണ്ടുപോയി, ഇവനാണ് ബ്രെത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ രീതിയിലാണ് ഈ പോലീസുകാർ. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, പിണറായിയുടെ സർക്കാർ രണ്ടാം ടൈം 5-ാം വർഷം തയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നു പിണറായി ഏറ്റവും കൂടുതൽ പഴികെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പേരിലാണ്. പലതും പോലീസുകാർ കാണിക്കുന്ന അധികാര ദുർവിനിയോഗം, അമിത ബലപ്രയോഗം തുടങ്ങിയ കാരണങ്ങളുണ്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുന്നംകുളത്തെ കാര്യം ഇതൊക്കെ പിണറായി അവിടെ നിന്നിട്ട് രാവിലെ 4 പിടിച്ചോണ്ട് വാടാ ഇടിക്കട എന്ന് പിണറായിയോ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയോ പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നതല്ല. ചില പോലീസുകളിൽ ക്രിമിനൽ വാസനയുള്ള, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള, തൻ്റെ പ്രവർത്തികൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൂടാത്ത, ഇനി ബാധിച്ചാലും ഒന്നുമില്ല എന്ന് കരുതുന്ന ആഭാസന്മാരായ ചില പോലീസുകാരുണ്ട്. പോലീസ് സേനയിൽ ഞാൻ പറഞ്ഞില്ലേ 57,819 പേരുണ്ട് കേരള പോലീസിൽ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ മിക്കവാറും 57,000 പേരും നല്ല ആളുകളായിരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പോലീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്, പൊതു സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്, പോലീസുകാരുമായി സൗഹൃദമുണ്ട്. പക്ഷേ മോശമായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ കണ്ടിട്ടില്ല. എന്നാൽ അപൂർവം ചിലരുണ്ടെന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അവർ മതി, അതിലൊരാൾ മതി ഈ സേനയെ മൊത്തം നശിപ്പിക്കാൻ. അത് ശരിയാ. ഈ TP സെൻകുമാറിനെ തന്നെ ഞാൻ ആദ്യം ചെന്ന് കാണുന്നത് ആടുതേക്ക് മാഞ്ചിയം കേസ് ഉണ്ടായിരുന്നില്ലേ, അത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ ക്രൈംബ്രാഞ്ചോ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഓഫീസിൽ പോകുമ്പോഴാണ് കാണുന്നത്. ശരിക്കും എനിക്ക് വിശക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ആ സമയമൊക്കെ ആയി. എന്നോട് ഈ സെൻകുമാർ ഒരു 1.5 മണിക്കൂർ ഈ ആടുതേക്ക് മാഞ്ചിയത്തിൻ്റെയൊക്കെ പശ്ചാത്തലമൊക്കെ വിരിച്ച് ആദ്യമായിട്ട് കാണുകയാണ്. എത്ര നന്നായിട്ടാണെന്ന് പെരുമാറിയെന്ന് ഞാൻ ഈ സെൻകുമാറിന് എതിരെ പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുമ്പോൾ ആലോചിക്കും. ഇത് മുഴുവൻ ഇങ്ങനെ ഉള്ളവരാണ് ഈ ഭൂരിപക്ഷം പോലും. അല്ല, ഞാൻ ഇത് പറയുമ്പോൾ ഈ വിശക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ കേരളമുദിയുടെ എറണാകുളത്ത് ബ്യൂറോ ചീഫ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖർ ഇവിടുത്തെ DIG ആണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്ന് വിശപ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭക്ഷണം വരുത്തി. എവിടെയാണെന്നറിയോ? അദ്ദേഹത്തിനുള്ള ഭക്ഷണമല്ല, എനിക്കും കൂടെയുള്ള ഭക്ഷണം വരുത്തിയിട്ട് DIGയുടെ ആ ചേംബറിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഓഫീസർമാർ വളരെ ജെന്റിൽമാനായി. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ച് സമീപകാലത്ത് കിട്ടി ഏറ്റവും മികച്ച ചീഫാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ കേരളത്തിലെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് കേന്ദ്ര സർവീസിലേക്ക് പോയി. അവസാനം കാരണം കേരളത്തിൽ അദ്ദേഹത്തെ പൊറുപ്പിക്കില്ല എന്ന് തീരുമാനിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം പോലീസിനെ നന്നാക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബേസിക്കലി ഒന്നാന്തരം ഒരു പോലീസ് ഓഫീസറും അല്ല, അദ്ദേഹം മറ്റേ കുന്നംകുളം കേസിൽ ഇടപെട്ടിട്ടാണ് ഇത്. കാരണം ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടന്ന് തീരുമാനമൊക്കെ ആയതായിരുന്നു. വീണ്ടും അല്ല, അദ്ദേഹം ഒന്നാന്തരം ഒരു പോലീസ് ഓഫീസറാണ്. പോലീസിങ് നന്നായിട്ടറിയാം. അതിലൊക്കെ ഒരു ഹ്യൂമനിസ്റ്റാണ്, ജെന്റിൽമാനാണ്. ആളുകളോട് ചിരിച്ച് സംസാരിക്കാൻ അറിയുന്ന, ആളുകളെ നന്നായി ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു DGP ആണ്. അദ്ദേഹം ഇരിക്കുമ്പോഴാണ് കേരള പോലീസിൻ്റെ ഇമേജ് രാജ്യത്തെമ്പാടും മോശമാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് പാർട്ടിക്കാർ പറഞ്ഞാൽ
അന്തോ കുന്തോ നോക്കാതെ ചാടി ഇറങ്ങുന്ന ചില പോലീസുകാരെ വഷളാക്കിയത്. എനിക്ക് സങ്കടമുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് തന്നെയാണ് കേരള പോലീസ്. പക്ഷേ അതിൻ്റെ ഇമേജ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ദേശീയ തലത്തിൽ വല്ലാതെ ടാർണിഷായിപ്പോയി. ഞാൻ ഈ വാർത്ത വായിച്ചത് ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. അതാണ്. അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ്. ആ പോലീസ് സേനയുടെ ഇമേജാണ് ഈ വൃത്തികെട്ട വിവരദോഷിയായ ഈ പരമച്ചറ്റയായ പോലീസ് ഉദ്യോഗസ്ഥനും ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കളും നശിപ്പിച്ചത്. ഓരോ വീട്ടിൽ നിന്നും 1-2 പേരൊക്കെ പട്ടാളത്തിലുണ്ട്. അതെ. അപ്പൊ ആ വീടുകളിലൊക്കെ ഇത് എത്രമാത്രം കേരളത്തിന്റെ ഇമേജ് മോശമാവുന്നു. ഇതും ഒരു കേരള സ്റ്റോറി തന്നെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.